ആ പിന്നെ ഞങ്ങളുണ്ട്. ആ ഞാനും പിള്ളേരും ഉണ്ടാവും. ഓ ഇട്ടിരുന്നാ മതി, പേരിട്ടോ. അപ്പം ആ ക്ലീറ്റോ ആൻഡ് ടീം അങ്ങ് കൊടുത്തോ. ആ ഓക്കെ. തങ്കം എന്തോ ഇങ്ങോട്ട് വാ. വന്നേ. സന്തോഷം ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോവാ. എനിക്കറിയാം. ക്ലീറ്റോ രാഷ്ട്രീയമൊക്കെ നിർത്തി പണിക്ക് പോകാൻ തീരുമാനിച്ചു. അത് നിനക്ക് കുറച്ച് സന്തോഷം അധികം തരണതല്ലേ. തൽക്കാലം അതല്ല, അത് നടക്കൂല. ആ ഇത് വേറെ സംഭവമാണ്. വേഗം പറ, എനിക്ക് വേറെ പണിയുണ്ട്. തിരക്കാ നീ? ഞാൻ പിന്നെ പറയണല്ലോ, ഞാൻ പിന്നെ പറഞ്ഞോളാം. തിരക്കില്ല, പറ. ഞാൻ എൻ്റെ കലാജീവിതം ഒന്ന് പൊടി തട്ടിയെടുക്കാൻ തീരുമാനിച്ചു. ഓഹോ, അപ്പൊ ഇത്ര നല്ലത് പൊടി പിടിച്ച് കിടക്കായിരുന്നു, അതാണ് കാണാതിരുന്നത്. എന്തെങ്കിലും ഒരു കാര്യം വളരെ ഗൗരവമായിട്ട് പറയുമ്പോൾ നിന്റെ ഈ കോനയടി ഉണ്ടല്ലോ, അതെനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടാ. മതി. നിങ്ങൾ തമാശ പറയുമ്പോൾ മാത്രം ആൾക്കാർ ചിരിക്കണം. ഞാനൊരു തമാശ പറഞ്ഞാൽ ചിരിക്കാൻ പാടില്ല. തമാശ പറയേണ്ടടുത്ത് പറ, ഇത് അസ്ഥാനത്ത് പറയരുത്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുക. ശരി, സോറി. അതെ, ന്യൂ ഇയറിനോടനുബന്ധിച്ച് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു കലാമേള സംഘടിപ്പിക്കുന്നുണ്ട്. ഈ കലാമേളയിൽ പല പല കലാരൂപങ്ങൾ നമുക്ക് അവതരിപ്പിക്കാം. അപ്പോൾ അതിൽ ഏറ്റവും നല്ല കലാരൂപം അവതരിപ്പിക്കുന്നവർക്ക് 10,001 രൂപ ക്യാഷ് അവാർഡ് പഞ്ചായത്ത് കൊടുക്കും. അത് ജനങ്ങളാണ് വിധി അതിന് നിർണ്ണയിക്കുന്നത്. 10,001 രൂപ? അത്രയും പൈസയൊക്കെ നമ്മുടെ പഞ്ചായത്തിനുണ്ടോ? 10,001 പിന്നെ പഞ്ചായത്ത് സർക്കാരിന്റെ പൈസയല്ലേ. ഞാനും എൻ്റെ പിള്ളേരും കരോക്കേക്ക് പേര് കൊടുത്തു. എന്ത്? ഞാനും എൻ്റെ പിള്ളേരും കൂടെ കരോക്കെ മത്സരത്തിന് പാടാൻ വേണ്ടിട്ട്. ഏത് പിള്ളേര്? ഏത് പിള്ളേരാ? നടരായൻ, അൻസാർ, ബാബുക്കുട്ടൻ. ക്ലീറ്റോ നാണം കിടാൻ തന്നെ തീരുമാനിച്ചു. അവർക്ക് പാട്ടിനെ പറ്റി എന്തെങ്കിലും അറിയോ ക്ലീറ്റോ? അല്ല, ഈ പാടുന്നവരൊക്കെ പാട്ടറിഞ്ഞിട്ടാണോ പാടുന്നത്? പിന്നെ പാട്ടറിഞ്ഞിട്ടില്ലേ ആൾക്കാർ പാടുന്നത്? അതൊക്കെ ഒന്നിന്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ ഞാൻ പാടുമ്പോ അവരെന്റെ കൂടെ ഏറ്റങ്ങ് പാടിക്കോളും. ഞങ്ങൾ നാടൻ പാടാൻ അറിയാമോ? എനിക്ക് പാടാൻ അറിഞ്ഞൂടോ. നിന്റെ അടുത്ത് ആര് പറഞ്ഞു? അയ്യോ, ഞാൻ ഇങ്ങോട്ടായ പിന്നെയാണ്. പാലായിൽ പള്ളിയിൽ കൊയറ് പാടുന്ന മെയിൻ ആള് ഞാനായിരുന്നു. എന്നു വെച്ചാൽ നീ എൻ്റെ പാലായിൽ പള്ളിയിൽ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പള്ളിയിലായിരുന്ന സമയത്തൊക്കെ അങ്ങനെയാണ്. മാത്രമല്ല, നമ്മുടെ പാർട്ടി പ്രസിഡന്റ് ഈ വിവരം അറിഞ്ഞപ്പോൾ ഡൽഹിയിൽ നിന്ന് വിളിച്ചേ. എവിടെന്ന്? ഡൽഹിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്ലീറ്റോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, മത്സരത്തിൽ പങ്കെടുത്തോ, നമ്മുടെ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ പരിപാടിയെ സമ്മാനം അടിച്ചെടുക്കണം. ക്ലീറ്റോ, ഞാനൊരു കാര്യം സത്യമായിട്ട് പറയട്ടെ. പഞ്ചായത്തിലേ തള്ളു മത്സരം ഉണ്ടോ നോക്ക്. ക്ലീറ്റോന് പാട്ട് മത്സരത്തിനേക്കാളും നല്ലതായിരിക്കും. അതാകുമ്പോൾ പഞ്ചായത്ത് തള്ളി മറിച്ചങ്ങിടാം. അംഗം നീ ഒരുത്തിയുടെ കൂടെ കൂടിയ പിന്നെയാണ് എൻ്റെ രാഷ്ട്രീയ ഭാവി മുരടിച്ചത്. ഇനിയിപ്പോൾ എൻ്റെ കലാജീവിതം കൂടെ വിട്ടിട്ട് മുരടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പാടുകയോ സമ്മാനം മേടിക്കുകയോ എന്ത് വേണേലും ചെയ്താം. പക്ഷെ നീ ആയിട്ട് ഇനി ഈ കാര്യം ഞാൻ ചർച്ച ചെയ്യുന്നു. പക്ഷെ സമ്മാനത്തിൽ നിന്ന് കിട്ടുന്ന 10,000-ൽ പകുതി എനിക്ക് തന്നെ. പിന്നെ പകുതിയിലടി നിനക്ക് ഞാൻ മുഴുവൻ പോടി. ഇങ്ങനെ ഒരു പിന്തിരിപ്പി. അയ്യോ വേണ്ട, നീ പാടുന്ന പാട്ടൊക്കെ എനിക്കറിയാം. നീ പാട്ട് പറയല്ലേ ചെയ്യണത്. മലയാള അക്ഷരം നേരെ പറയാൻ അറിഞ്ഞൂടാ. അവള് പാട്ട് പഠിപ്പിക്കാൻ പോണ എന്നെ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനവോ എത്ര പറകലാവൊക്കെ അറിഞ്ഞൂടാ. ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ ചൂലെടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കരുത്. ഇത് കെട്ടിക്കഴിഞ്ഞാലേ ചൂലാവുള്ളൂ. ഇപ്പൊ ഇതൊരു ഇർക്കിലല്ലേ? അത് കറക്റ്റാ, കെട്ടിക്കഴിഞ്ഞാലേ ചൂലാവുള്ളൂ. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചൂല് തന്നെ. ഇവിടെ പോകുന്നു രാവിലെ തന്നെ. പഞ്ചായത്ത് കലാമേള നടക്കണ കാര്യം ഞാൻ ഇന്നലെയും പറഞ്ഞു, മറന്നുപോയോ? റിഹേഴ്സൽ ഉണ്ട്, അതിന് പോവാ. എന്നാ പോയിട്ട് വേഗം പോര്. അത്യാവശ്യമില്ലാതായിട്ട് വല്ലതും ഒരു 500 രൂപ എടുക്കാൻ കാണും. പറയണ്ടായിരുന്നോ ക്ലീറ്റോ? ഉണ്ടായിരുന്നത് ഇത് ഇപ്പൊ കൊണ്ടുവന്ന് ബാങ്കിൽ ഇട്ടിട്ട് വന്നേ ഉള്ളൂ ഞാൻ. അതെ, ഞാനൊരു കാര്യം ചോദിക്കുമ്പോ അത് ഇങ്ങനെ തർക്കുത്തരം പറയാൻ നിൽക്കേണ്ട, ഇതൊരു ശീലമാക്കുകയും വേണ്ട കേട്ടോ. പിന്നെ എല്ലാ ദിവസവും ഇറങ്ങി പോകുമ്പോഴത്തേനും കാശിരിപ്പുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ നോട്ടടിക്കണ പണിയുണ്ടോ? ഓ ഇല്ലല്ലേ, എനിക്കറിയാടി. പണമില്ലാത്തവൻ പിണമാണ്. പിണം പൈസ ഉണ്ടെങ്കിലേ വിലയുള്ളൂ. അങ്ങനെ വിഷമിക്കല്ലേ. ഒരു 10,000 രൂപ ആരുടെങ്കിലും കയ്യിൽ നിന്ന് അങ്ങ് കടം മേടിക്കും. സമ്മാനം കിട്ടുമ്പോ കൊടുക്കാലോ. ഉറപ്പാണല്ലോ സമ്മാനം. അയ്യോ, അതിന് നിന്റെ ഉപദേശം എനിക്ക് വേണ്ട കേട്ടാ. 10,000 രൂപ കണക്കൊക്കെ പറയുന്നത് അറിഞ്ഞില്ലേ നീ? ഇല്ല. പഞ്ചായത്തില് കലാമേള. ക്ലീറ്റൊക്കെ പാട്ട് മത്സരത്തിനുണ്ട്. ഫസ്റ്റ് കിട്ടുന്നവർക്ക് 10,000 രൂപ സമ്മാനം. ഫസ്റ്റ് കിട്ടുന്നവർക്കല്ലേ? ഫസ്റ്റ് വരെ ആണുങ്ങൾ കിട്ടും. ഓ അതേതാണും പിള്ള ആരാണാവോ അങ്ങനെ ഒരു ആൺകുട്ടി? അളിയാ, അമ്പിളിക്കുട്ടന്റെ പാർട്ടിയുടെ ആൾക്കാർ ചേർന്ന് കോൽക്കളി നടത്തുന്നുണ്ട്. ഓ, അതിന്റെ ഒരു പ്രധാന ഭാഗത്ത് ഞാനും ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ കളിക്കുന്ന കോൽക്കളിക്കായിരിക്കും ഇപ്രാവശ്യം 1ാം സമ്മാനവും 10,000 രൂപയും. പിന്നെ ഞാൻ കോലടിച്ചാൽ പോലീസ് പിടിക്കുമോ? ഭയങ്കര രസമായിരിക്കും.
എടേ ഒരു കല എന്ന് പറയുന്നത് ഒരാളിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ട സംഭവമാണ്. എടേ ഉള്ളേന്ന് നല്ല ഉരുളക്കിഴക്ക് നിന്നാലും ശരി ഇത്തവണ ഫസ്റ്റ് നമ്മൾ കൊണ്ടുപോകും 10,000 രൂപ ഈ വീട്ടിൽ വരും. ഓ പോസ്റ്റിക്കാരിയുടെ വയറ് വിരിച്ചിട്ട് കെട്ടും പോലെ അല്ല കളി, കോൽ കളി. അതിന് അതിൻ്റെതായ പണിയുണ്ട് കേട്ടോ. പിന്നെ നിന്റെ പാട്ടിനെ പറ്റി പിന്നെ പറഞ്ഞു കൊടുത്താലും മതി. എന്താ എന്റെ പാട്ടിന് എന്ത് കുഴപ്പം? നാട്ടുകാർ ഓടും. കഴിഞ്ഞ പാർട്ടി മീറ്റിംഗിൽ ഞാൻ പാട്ട് പാടിയപ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റ് എന്താ പറഞ്ഞതറിയാമോ? ഇനി പാടിയാ നിന്റെ ഉണ്ടക്കണ്ണടിച്ച് അകത്താക്കുന്നു. പോടാ. അടുത്ത വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനില് പാർട്ടി പ്രചരണത്തിന് ഞാനാണ് ആ ഗാനം പാടാൻ പോകുന്നത്. പോവും വേണ്ട. അത് തന്നെ പ്രസിഡന്റിന് മനസ്സിലായി പാർട്ടി പ്രവർത്തകനെ കൊണ്ട് നടക്കൂലെന്ന്. പാട്ടെങ്കിലും പാടത്ത്. അതെ നിങ്ങളോട് കൂടുതൽ വർത്താനം പറയാൻ എനിക്ക് താല്പര്യമല്ല. നമുക്ക് പഞ്ചായത്ത് കലാമേളയ്ക്ക് കാണാടാ. ഫസ്റ്റ് ഞങ്ങൾ ഓൾ കളിക്കും. ചിലപ്പോഴേ ഉള്ളൂ. ആണുങ്ങൾ പാട്ടിന് കൊണ്ടു വിചാരിക്കുമ്പോൾ ഇപ്പൊ തന്നെ കിട്ടും. കാണാം. നീ പാടി കൂട്ടുണ്ടോ? കാണാടാ. പിന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇല്ലാതാവണം നിങ്ങൾ കൊണ്ടുപോകാൻ. കാരണം കിട്ടിയേ അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട. പാട്ട് കേട്ടിട്ടില്ലല്ലോ. ഞാൻ കേട്ടിട്ടേ നീ കേട്ടിട്ടുള്ളൂ. അവന്റെ പാട്ട് ഞാൻ കുറെ കേട്ടിട്ടുള്ള. അതൊന്നുമല്ല, രാത്രി ഇവിടെ കിടന്ന് പാട്ട് പാടി തന്നെ കേൾക്കണം. ചുമ്മാ ഇവിടെ ഉറങ്ങാൻ പറ്റാത്ത പിള്ളേർക്ക്. അതെ, നിന്നെക്കാളും വേഗം എന്തായാലും. അലർച്ച കേൾക്കുമ്പോഴത്തേനോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പാടുന്നില്ല, കോൽക്കളിയല്ലേ. എവിടെ പഠിക്കുമ്പോ ആളെ ഇറക്ക്. ഞങ്ങള് സംസ്ഥാന കലോത്സവത്തിൽ ഫസ്റ്റ് പഠിച്ച ടീമിനെ ഇറക്കിയിട്ടാണ് കളിക്കുന്നത്. തള്ളാതെ എന്റെ പൊന്നുമോനെ, നീ അകത്തോട്ട് പോ.